ഹായ് മക്കളെ, എന്താ നമ്മുടെ ലേൺ വിത്ത് മാസ്റ്റേഴ്സ്? അതിനെന്താ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് എന്ന് മക്കൾ ആലോചിക്കുന്നുണ്ടോ? അത് പറഞ്ഞു തരാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാമെന്ന് പറയും. മക്കളെ, ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, അതിൽ ഏകദേശം നമുക്ക് വരുന്നത് 21 ചാപ്റ്റേഴ്സാണ്. 21 ചാപ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 400ഓളം പേജസ് നമുക്ക് പഠിക്കാനുണ്ടാവും. 400 പേജുകൾ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പേടിയായിരിക്കും. 4 ടെക്സ്റ്റ് ബുക്കുകളിലാക്കിയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടാണ് അല്ലേ. അവിടെ ഹിസ്റ്ററി ആണെങ്കിൽ 2 പാർട്ടുണ്ട്, അതുപോലെ തന്നെ ജിയോഗ്രഫി ആണെങ്കിൽ 2 പാർട്ടുണ്ട്. ഇതെല്ലാം കൂടെ നിങ്ങൾ മാത്രം ഒരു ദിവസം ഇരുന്നിട്ട് വായിച്ചാൽ തീരുന്നത് പോട്ടെ, നിങ്ങളെ കൊണ്ട് അത് പഠിക്കാൻ കഴിയും. വായിച്ചിട്ട് തീരുമോ എന്നുള്ളത് അത് പിന്നത്തെ കാര്യമാണ്. വായിച്ചാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 പേജ് മറിക്കും, പിന്നെ ഒരു എന്ത് ചെയ്യും, കുറച്ച് നേരം നമ്മൾ എടുത്തു വെക്കും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കും. അതായിരിക്കും നമ്മുടെ സിറ്റുവേഷൻ ഉണ്ടായിരിക്കുക. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒറ്റയ്ക്ക് വായിച്ചാൽ ഈ ഒരു പേജസ് ഒന്നും തീരാൻ പോകുന്നതല്ല. അതിൽ ഓരോന്നും പഠിക്കാൻ നമുക്ക് എത്ര സമയം വേണ്ടി വരും? ഒരു റഷ്യൻ വിപ്ലവം നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ എത്ര സമയം എടുത്തിട്ടാണ് പഠിക്കുക? അതൊന്നും പഠിക്കാൻ വേണ്ടി തന്നെ നമുക്ക് ഏകദേശം 1 hour വേണ്ടി വരില്ലേ? പക്ഷേ അതിനെല്ലാം ഉള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ ലേൺ വിത്ത് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ 12 മണിക്കൂർ ലൈവ് എടുക്കാൻ പോകുക. ഈ 12 മണിക്കൂർ കൊണ്ട് 21 ചാപ്റ്റേഴ്സും നമ്മളവിടെ കൃത്യമായിട്ട് പഠിപ്പിക്കും. ചാപ്റ്റേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഒരു ടീച്ചർ ഉണ്ടായിക്കൊണ്ട്, നിങ്ങളിപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ കമ്പൈൻ സ്റ്റഡി പഠിക്കാറില്ലേ? ഈ കമ്പൈൻ സ്റ്റഡി പഠിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. കാരണം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ ഒരു ഫ്രണ്ടോ ഒരു ടീച്ചറോ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു വേഗം ഹിന്റുകൾ അങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പഠിക്കാം, അത് പഠിക്കാനുള്ള എളുപ്പപ്പടികൾ ഇങ്ങനെയാണ്. അത് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, വേഗം കോണ്ടന്റുകളെല്ലാം നമ്മുടെ തലയിലേക്ക് പെട്ടെന്ന് കയറാറില്ലേ? അതുപോലെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് 21 ചാപ്റ്റേഴ്സിന്. ഞങ്ങൾ ഒരിക്കലും അവിടെ പഠിപ്പിക്കുന്നില്ല നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഞങ്ങളും കൂടെ അവിടെ പഠിക്കുക ചെയ്യും. കമ്പൈൻ സ്റ്റഡി നമ്മുടെ ഫ്രണ്ട്സ് പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഒരുമിച്ചിരിക്കുന്നു. നമ്മൾ 1ാമത്തെ ചാപ്റ്റർ അങ്ങോട്ട് തുടങ്ങുക. 1ാമത്തെ ചാപ്റ്ററിൽ ആദ്യം തന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അത് എന്താണ്, അതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അത് നമ്മുടെ എക്സാമിനേഷന് ആ ഒരു ചാപ്റ്ററിന് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പയ്യെ പറഞ്ഞ് അങ്ങോട്ട് പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. അത് പറയാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഞാൻ കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ആദ്യം വേണ്ടത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. 2ാമത്തത് നോട്ട്ബുക്ക്. ഇപ്പോൾ ഒരുപാട് പേർക്ക് നോട്ട്ബുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, ചില ചാപ്റ്റേഴ്സിൻ്റെ പകുതിയൊക്കെ മിസ്സാക്കി ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ആ നോട്ട്ബുക്കിൻ്റെ കാര്യത്തിലേക്ക് കൺസേൺ ചെയ്യേണ്ട. പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള കുറച്ച് പേപ്പേഴ്സുകളോ അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള കുറച്ച് നോട്ട്ബുക്കിൻ്റെ കുറച്ച് പേജസോ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് വേണം. കൂടാതെ തന്നെ പെൻസിൽ വേണം, പേന വേണം. ഇതൊക്കെ സാറ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എന്നാണ് പല ആളുകൾക്കും പറയാനുള്ളത് എങ്കിൽ പല ആളുകളും വീഡിയോകൾ കാണുന്ന സമയത്ത് ഇതൊന്നുമില്ലാതെ വെറുതെ സിനിമ കാണുന്ന പോലെ വീഡിയോ കാണുന്ന ആളുകളും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണർത്തിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കമ്പൈൻ സ്റ്റഡികൾ പഠിക്കുന്നത് പോലെ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് അങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്. 12 മണിക്കൂറുകൾ നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് അതിൽ എല്ലാ ചാപ്റ്റേഴ്സിനും ഒരുപോലെ ഇരിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം 12 മണിക്കൂർ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡിഫിക്കൽറ്റികൾ വരാണ്ട്, നിങ്ങളുടെ കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാണ്ട്, നിങ്ങളുടെ നെറ്റ്വർക്കിന് ഒരുപാട് ഇഷ്യൂസുകൾ വരാണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇരുന്നാൽ മതി. നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ ടഫ് ഉള്ളത്, കേരള ടുവേഴ്സ് മോഡേണിറ്റി അല്ലെങ്കിൽ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി പഠിക്കുന്ന സമയത്താണോ ടഫ് ഉള്ളത്, ആ ചാപ്റ്റർ വരുന്ന സമയം ഏകദേശം എത്രയാണെന്നുള്ളത് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആ സമയം നിങ്ങൾ നോക്കുക. ആ സമയം നോക്കിയിട്ട് ആ ടൈമിൽ ആ ഒരു ചാപ്റ്ററിൻ്റെ സമയത്ത് നിങ്ങൾ അതിലേക്ക് കയറി വന്നാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ആ ചാപ്റ്റർ ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് അങ്ങോട്ട് പഠിക്കുക. നിങ്ങൾ എല്ലാ ചാപ്റ്ററുകളും ഈസി ആക്കിയിട്ട് തരാനുള്ള ഫുൾ മാപ്പോടുകൂടെ, മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ മാപ്പല്ല, ഒരു മൈൻഡ് മാപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ 3 പേരും നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ടുള്ളത്. സോ ഒരിക്കലും മറന്നു പോകരുത്, ലേൺ വിത്ത് മാസ്റ്റേഴ്സിന് എല്ലാവരും ഉണ്ടായിരിക്കുക. നമ്മുടെ എല്ലാ ചാപ്റ്ററുകളും നമ്മളവിടെ സെറ്റ് ആകണം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, സാറേ ഈ ലേൺ വിത്ത് മാസ്റ്റേഴ്സിൽ ഞങ്ങളെല്ലാവരും വന്ന് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മെഗാ മാരത്തോൺ വലിയൊരു ക്രൗഡൊന്നും വരില്ലല്ലോ സാറേ. അവിടെ വരണ്ട മക്കളെ, നിങ്ങൾ അത്രമാത്രം വരണമെന്നൊന്നും ഞാൻ വാശിയൊന്നും പിടിക്കുന്നില്ല. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും സോഷ്യൽ സയൻസിൽ A+ കിട്ടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കും. നിങ്ങളും അതിനുവേണ്ടി തയ്യാറാവണം. അപ്പോൾ കൂടെ തന്നെ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നെറ്റ്വർക്ക് ഒന്ന് റീചാർജ് ചെയ്യാൻ, ഡാറ്റ ബൂസ്റ്റർ പാക്കുകൾ ചെയ്യാനുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തു വെക്കണം. നമ്മുടെ ലേൺ വിത്ത് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നാളെ 10 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങും, രാത്രി 10 മണിക്ക് അവസാനിപ്പിക്കും. അതിനിടയിൽ ചിലപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്, ഒരു 15 മിനിറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രേക്കൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് കൊടുക്കും. കാരണം നോമ്പ് നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട്. അപ്പോൾ ആ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ചെറിയൊരു ബ്രേക്കൊക്കെ നിങ്ങൾക്ക് തരും. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം.
ആ ഒരു സമയം ഇപ്പൊ നോമ്പ് തുറക്കാനില്ലാത്ത മക്കൾക്ക് എന്ത് ചെയ്യണമെന്നുള്ളതും നമ്മൾ ആ സമയത്ത് തരുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസുകൾ കാര്യങ്ങൾ തരും, നിങ്ങൾ അതിനെ വർക്ക്ഔട്ട് ചെയ്താൽ മതി. സോ നന്നായിട്ട് പഠിക്കണം. നമുക്ക് 10-ാം തീയതി എക്സാം എഴുതിയിട്ട് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വളരെ ഹാപ്പിയോടുകൂടെ ആയിരിക്കണം ഇറങ്ങുന്നത്. ഒരിക്കലും സോഷ്യൽ ടഫായി എന്ന് എൻ്റെ മക്കൾ പറയാൻ പാടില്ല. സോ കൂടെ തന്നെ ഉണ്ടാവില്ലേടാ മക്കളെല്ലാം, നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൂടെ? മക്കൾ ഒരുമിച്ച് പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ തൊട്ടുതായ എല്ലാവരും റെഡി സർ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തതാണ്.